ഹലോ ഗേയ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ കൂടെ ഇൻട്രോ പറയാൻ സുന്ദരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏട്ടനോടെ കിടക്കുന്നുണ്ട്. സുന്ദരി അപ്പോൾ എഴുന്നേച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇൻട്രോ ഒക്കെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വഴിയല്ലത് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും പിന്നെ ആങ്ങളത് എഴുന്നേറ്റ്. പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹപ്രകടനം കേട്ടോ. രാത്രി ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കാണുമ്പോഴുള്ള ആ കുറച്ച് നേരത്തെ ഒരു സ്നേഹപ്രകടനമുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ വികൃതി കാട്ടിയിട്ടൊക്കെയാണ്. അമർത്തി പിടിച്ച് ഉമ്മ കൊടുക്കുക, അപ്പോൾ വേദനയ്ക്കില്ല ഉണ്ണിക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പല്ല് തേക്കാൻ പോയി. പല്ല് തേച്ചിട്ട് ഇതാ ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായക്ക് ഇന്ന് പുട്ടുമുതിരക്കറിയായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും സുന്ദരിയും കൂടിയിട്ട് ഉമ്മ അടുത്ത് പോയിരുന്നു കേട്ടോ. ഇവിടെ ഏട്ടൻ വിളിക്കണതാണ് മുന്തിരി എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും മുന്തിരി കഴിക്കുന്നു. ഇന്ന് പിന്നെ നല്ല വെയിലൊക്കെ ഉള്ള ദിവസം. പിന്നെ അല്ലെങ്കിൽ മിക്ക ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴയുള്ള ദിവസങ്ങളാവാറ്. പിന്നെ പാപ്പ വന്നിട്ടുണ്ടായിരുന്നു. പാപ്പേച്ചൻ്റെ അച്ഛൻ്റെ അനിയനാണ്. ആൾ വന്നിട്ട് ഉണ്ണിക്ക് കിൻഡർ ജോയും ഐസ്ക്രീം എന്തൊക്കെ കൊടുന്നു കൊടുത്തു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കവേ. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഉണ്ണിക്ക് മേലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കും. കുറേ ദിവസമായിട്ട് എണ്ണയൊന്നും തേക്കാറില്ല. മറ്റേ കുത്തിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ശേഷം എണ്ണയൊന്നും തേച്ച് കുളിപ്പിക്കാറുണ്ടായിരുന്നില്ല. 2-3 ദിവസം എണ്ണ തേക്കേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു. അപ്പം അമ്മ ഇതാ കുളിപ്പിക്കുന്നുണ്ട് മോനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോള് കിടന്ന് ഉറങ്ങി. പാല് കുടിച്ചിട്ട് ഉറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തൊട്ടിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടാണ്. തൊട്ടിയിൽ അച്ഛനാൾ കുറച്ച് നേരം കിടക്കും. കട്ടിലും അങ്ങനെ കിടത്താൻ പറ്റില്ല. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിയെ നന്നായി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. അവനിപ്പോൾ 2-3 ദിവസമായിട്ടാണ് തലയൊക്കെ നനച്ചിട്ടൊക്കെ കുളിച്ചിട്ട് ജലദോഷമായതുകൊണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ അതാ മാറ്റി കൊടുത്തു. പൗഡർ ഇടണമെന്നൊക്കെ പറഞ്ഞ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരെ ബെഡൊക്കെ കുടഞ്ഞ് വിരിക്കാൻ പോയിട്ടാണ്. എത്ര വിരിച്ചിട്ടിട്ടും വീണ്ടും പഴയ പോലെ തന്നെയാവും. ഇപ്പോഴും വിരിച്ചിട്ട് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞാൽ പഴയ പോലെയാവും. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഫോണൊക്കെ ആയിട്ട് വന്നിട്ട് ഓന് ഫോണിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോണിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞത് വെച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇതാക്കണത്. പിന്നെ ഫുഡ് കൊടുത്തു. ചോറും ചൂടക്കറിയും ചൂടവറുത്തൊക്കെ കൂട്ടി അവന് ഫുഡ് കൊടുത്തു കേട്ടോ. അവന് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ ഫുഡ് കഴിച്ചു കേട്ടോ. ചൂടക്കറി അടുത്തില്ല, ഞാൻ മോരുകറിയും പപ്പടും ചൂട വറുത്തതും കരിമീൻ വറുത്തതും കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. നന്നായി. ഇവനെ ഉറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്കുള്ള പണി. അപ്പം ഇവനെ ഉറക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം ഗേസ് മോനെ ഉറങ്ങി. കുറച്ച് നേരം ഇക്കും കൂടി ഉറങ്ങണം. അപ്പം രണ്ടാളും ഉറങ്ങുകയാണ്. പിന്നെ ഉറങ്ങി നീച്ചിട്ട് കാണാം കേട്ടോ. ഉറങ്ങണം പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് കഴിക്കുക ചെയ്തത്. ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പിന്നെ നേരെ ഉണ്ണീനെ ഞാൻ അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തു. അവളത് അച്ചാച്ച എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മായി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉണ്ണീനിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. ചങ്ങരംകുളത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടോ. അവൾക്ക് ജലദോഷമൊക്കെ ആയിട്ട് രാത്രി ഉറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ ചായയും ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി കഴിച്ചു. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പാപ്പൻ്റെ മോളൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ വന്നാൽ ഒന്നും എടുത്തില്ല. പിന്നെ ചോറ് കഴിക്കുക ചെയ്തത്. ചോറിന് പിന്നെ സ്പെഷ്യലായിട്ടൊന്ന് ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.